നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. 55 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് AICC നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വളരെ കരുത്തരായിട്ടുള്ള ശക്തരായിട്ടുള്ള യുവ നേതാക്കളെയും വനിതകളും പുതുമുഖങ്ങളും ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് കോൺഗ്രസ് രൂപം നൽകിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടുകൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അതാത് മണ്ഡലങ്ങളിൽ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. റോഡ് ഷോകളും ഒക്കെയായിട്ട് കളം നിറഞ്ഞ് UDF-ന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം മുതലുള്ള ജില്ലകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരം മുതലുള്ള ജില്ലകൾ നോക്കുകയാണെങ്കിൽ തലസ്ഥാന ജില്ലയിൽ 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിറ്റിംഗ് മണ്ഡലമായ കോവളത്ത് MLA കൂടിയായിട്ടുള്ള M. വിൻസെന്റ് ഒരിക്കൽ കൂടി രംഗത്തിറങ്ങുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ മുൻ മണ്ഡലമായിരുന്ന വട്ടിയൂർക്കാവ് ഇത്തവണ തിരികെ പിടിക്കാനായിട്ട് അവിടുത്തെ മുൻ MLA കൂടിയായിട്ടുള്ള K. മുരളീധരനെയാണ് രംഗത്തിറക്കുന്നത്. മറ്റൊരു മണ്ഡലമായ ചിറയൻകീഴ്, അത് സംവരണ മണ്ഡലമാണ്. സംവരണ മണ്ഡലത്തിൽ ഇത്തവണ ഒരു വനിതയെയാണ് കോൺഗ്രസ് രംഗത്തിറക്കുന്നത്. അത് മുൻ MP കൂടിയായിട്ടുള്ള രമ്യ ഹരിദാസ് ആണ്. കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലം മണ്ഡലത്തിൽ മഹിളാ കോൺഗ്രസിന് മുൻ സംസ്ഥാന അധ്യക്ഷയും കൊല്ലത്തെ മുൻ DCC അധ്യക്ഷയും ഒക്കെയായിരുന്ന ബിന്ദു കൃഷ്ണ ജനവിധി തേടി ഇറങ്ങുകയാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 2000 വോട്ടുകൾക്ക് മാത്രം കോൺഗ്രസിന് നഷ്ടമായ ഒരു മണ്ഡലമാണ്. ചാത്തന്നൂർ മണ്ഡലത്തിൽ മുൻപ് കൊല്ലത്ത് 2014 മത്സരിച്ച കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സൂരജ് രവി മത്സരത്തിനിറങ്ങുന്നു. 2 സിറ്റിംഗ് മണ്ഡലങ്ങളാണ് കൊല്ലത്ത് കോൺഗ്രസിനുള്ളത്. അത് കുണ്ടറയും കരുനാഗപ്പള്ളിയുമാണ്. 2 ഇടങ്ങളിലും അതാത് MLA-മാരായിട്ടുള്ള PC വിഷ്ണുനാഥും CR മഹേഷും രംഗത്തിറങ്ങുകയാണ്. മറ്റ് 2 മണ്ഡലങ്ങൾ അത് കൊട്ടാരക്കരയും പത്തനാപുരവുമാണ്. കൊട്ടാരക്കരയിൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുൻ MLA കൂടിയായിട്ടുള്ള ഐഷ പോറ്റി കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ മത്സരിക്കാനായിട്ട് ഇറങ്ങുകയാണ്. ധനമന്ത്രി KN ബാലഗോപാലാണ് അവിടെ LDF-ന്റെ CPM-ന്റെ സ്ഥാനാർത്ഥി. 2006 മുതൽ 2021 വരെ CPM-ന്റെ MLA ആയിരുന്ന വ്യക്തിയാണ് ഐഷ പോറ്റി. ഐഷ പോറ്റി 2 മാസം മുൻപാണ് CPM വിട്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് രംഗപ്രവേശം ചെയ്തത്. ഐഷ പോറ്റിയുടെ ജനകീയത ഉപയോഗിച്ചുകൊണ്ട് അവർ MLA ആയിരുന്ന 15 വർഷ കാലയളവിലെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഐഷ പോറ്റിയിലൂടെ ആ മണ്ഡലം തിരികെ പിടിക്കാൻ ആദ്യമായിട്ട് അത് കൈപ്പത്തി ചിഹ്നത്തിൽ കൊട്ടാരക്കര മണ്ഡലം പിടിച്ചെടുക്കാനായിട്ട് കോൺഗ്രസ് ഒരുങ്ങുകയാണ്. പത്തനാപുരത്തും സമാനമായ രീതി തന്നെയാണുള്ളത്. 25 വർഷമായിട്ട് അവിടുത്തെ MLA ആയ നിലവിലെ ഗതാഗത മന്ത്രി കൂടിയായിട്ടുള്ള KB ഗണേഷ് കുമാറിനെതിരെ KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല ഒരിക്കൽ കൂടി ഇറങ്ങുകയാണ്. കഴിഞ്ഞ തവണ KB ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം 14,000-ലേക്ക് കുറച്ചുകൊണ്ടുവരാൻ ജ്യോതികുമാറിന് കഴിഞ്ഞിരുന്നു. മാത്രവുമല്ല, ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം മണ്ഡലത്തിലെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ അവിടെ കോൺഗ്രസിന്റെ വലിയൊരു മുന്നേറ്റമാണ് നടന്നത്. ഏതാണ്ട് 2500-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ആ മണ്ഡലത്തിൽ നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അത് ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു മികച്ച പ്രകടനത്തിന്റെ ഒരു ഫലം കൂടിയാണ്. അത്തരത്തിൽ ഇത്തവണ ആ മണ്ഡലം പിടിച്ചെടുക്കാനായിട്ട് കോൺഗ്രസ് ജ്യോതികുമാർ ചാമക്കാലയെ ഒരിക്കൽ കൂടി അവിടെ രംഗത്തിറക്കിയിരിക്കുകയാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ അവിടെയും 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാവേലിക്കര സംവരണ മണ്ഡലമാണ്. അവിടെ അഡ്വക്കേറ്റ് മുത്താര രാജ് എന്ന് പറയുന്ന 28-കാരിയായിട്ടുള്ള യുവ വനിതാ നേതാവിനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കുന്നത്. CPM-ന്റെ സിറ്റിംഗ് മണ്ഡലമാണ് അവിടെ. ആ വിദ്യാർത്ഥി ആയിരുന്ന കാലം മുതൽ KSUയുടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ മികച്ച രീതിയിൽ സംസ്ഥാനത്തെ ഒരു പ്രമുഖ വനിതാ നേതാവ് എന്നുള്ള നിലയിൽ വളർന്നിരിക്കുന്ന മുത്താര രാജ ഇപ്പോൾ AICC-യുടെ SC വിഭാഗത്തിന്റെ കോർഡിനേഷൻ ചെയർമാൻ കൂടിയാണ്. അത്തരത്തിൽ വളരെ പുതുമുഖമായിട്ടുള്ള ഒരു വനിതാ നേതാവിനെ മാവേലിക്കര പോലൊരു സംവരണ മണ്ഡലത്തിൽ കോൺഗ്രസ് രംഗത്തിറക്കുന്നു. മറ്റൊരു മണ്ഡലം അരൂരാണ്. നിലവിൽ CPM-ന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. മുൻപ് അവിടെ MLA ആയിരുന്ന ഷാനിമോൾ ഉസ്മാൻ KPCC-യുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമൊക്കെയാണ്. ഷാനിമോൾ ഉസ്മാനെ ഒരിക്കൽ കൂടി അരൂരിൽ രംഗത്തിറക്കുകയാണ്. ദിലീമ ജോജോ എന്ന് പറയുന്ന സിറ്റിംഗ് MLA-ക്കെതിരെയാണ് ഷാനിമോൾ ഉസ്മാൻ ഇത്തവണ മത്സരിക്കുന്നത്. മറ്റൊരു മണ്ഡലം സിറ്റിംഗ് മണ്ഡലമായ ഹരിപ്പാടാണ്. അവിടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള സിറ്റിംഗ് MLA രമേശ് ചെന്നിത്തല വീണ്ടും മത്സരിക്കുകയാണ്. കോട്ടയത്തേക്ക് വരുമ്പോൾ കോട്ടയം മണ്ഡലത്തിൽ മുൻ മന്ത്രിയും കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കൾ ഒരാളുമായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി അവിടെ ജനവിധി തേടുകയാണ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ഉപതെരഞ്ഞെടുപ്പിലൂടെ അവിടുത്തെ MLA ആയ ചാണ്ടി ഉമ്മൻ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരത്തിൽ ഇറങ്ങുകയാണ്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എക്കാലത്തെയും കരുത്തനായിട്ടുള്ള ജനകീയ നേതാവ് ഇല്ലാതെയുള്ള ആദ്യ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ്. ഒപ്പം തന്നെ കോട്ടയത്തെ വൈക്കത്ത് K. ബിനിമോൻ എന്ന് പറയുന്ന ഒരു പുതുമുഖത്തെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളം കോൺഗ്രസിന്റെ ഒരു പൊന്നാപുരം കോട്ടയായിട്ടുള്ള ജില്ലയാണ്. സിറ്റിംഗ് MLA-മാരിൽ ഏതാണ്ട് എല്ലാവരും തന്നെ അവിടെ ജനവിധി തേടുന്നുണ്ട്.
എറണാകുളം മണ്ഡലത്തിൽ TJ വിനോദ് വീണ്ടും ജനവിധി തേടി ഇറങ്ങുകയാണ്. തൃക്കാക്കരയിൽ ഉമാ തോമസ് വീണ്ടും രണ്ടാമത്തെ അംഗത്തിന് ഇറങ്ങുന്നു. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടർച്ചയായ 6ാം ജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറങ്ങുന്നത്. ഇത്തവണ ഭൂരിപക്ഷം എത്രത്തോളം വർദ്ധിക്കും എന്നത് മാത്രമാണ് എതിരാളികൾ ഉൾപ്പെടെ നോക്കിയിരിക്കുന്നത്. ആലുവയിൽ അൻവർ സാദത്ത് 4ാമത്തെ മത്സരത്തിന് വീണ്ടും ഇറങ്ങുന്നു. അങ്കമാലിയിൽ റോജി എം ജോൺ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ മത്സരത്തിന് സിറ്റിംഗ് MLA ആണ് ഇറങ്ങുകയാണ്. മൂവാറ്റുപുഴയിൽ സിറ്റിംഗ് MLA കൂടിയിട്ടുള്ള മാത്യു കുഴൽനാടൻ രംഗത്തിറങ്ങുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ നിസാര വോട്ടുകൾക്ക് കൈവിട്ടുപോയ കുന്നത്തുനാട് എന്ന് പറയുന്ന സംവരണ മണ്ഡലം അത് തിരികെ പിടിക്കാനായിട്ട് മുൻപ് 2 തവണ MLA ആയിരുന്ന KPCCയുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ കൂടിയിട്ടുള്ള VP സജീന്ദ്രനെയാണ് ഇത്തവണ രംഗത്തിറക്കുന്നത്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ട ഒരു ജില്ലയാണ് തൃശ്ശൂർ. അവിടെ കോൺഗ്രസിന് UDF ഒരു സിറ്റിംഗ് മണ്ഡലം മാത്രമാണുള്ളത്. അത് ചാലക്കുടിയാണ്. സനീഷ് കുമാർ ജോസഫാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA. അവിടെ സനീഷ് കുമാർ ജോസഫ് ഇത്തവണ വീണ്ടും മത്സരിക്കുകയാണ്. തൃശ്ശൂരിൽ രാജൻ പല്ലനാണ് മത്സരിക്കുന്നത്. മണലൂരിൽ മുൻ MP-യും മുൻ MLA-യും ഒക്കെ ആയിരുന്ന TN പ്രതാപൻ മത്സരത്തിനായിട്ട് രംഗത്തിറക്കുന്നു. ഒപ്പം തന്നെ കൊടുങ്ങല്ലൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള OJ ജനീഷാണ് സ്ഥാനാർത്ഥി. യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള OJ ജനീഷിനെ കൊടുങ്ങല്ലൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഒപ്പം തന്നെ പുതുക്കാട് KM ബാബുരാജ് മത്സരിക്കാനായിട്ട് രംഗത്തിറങ്ങുന്നു. കയ്പമംഗലത്ത് TM നാസർ, ഒപ്പം തന്നെ നാട്ടികയിൽ സുനിൽ ലാലൂര്, കൊല്ലൂരിൽ ഷാജി കോടംകണ്ടത്ത് എന്നിവരാണ് തൃശൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള നേതാക്കൾ. പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാട് മണ്ഡലം അവിടെ കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ സിറ്റിംഗ് MLA-ക്ക് സീറ്റ് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അവിടെ ഇത്തവണ ആ മണ്ഡലം നിലനിർത്താനായിട്ട് കോൺഗ്രസിന്റെ സഹയാത്രികനും പ്രമുഖ നടനുമായിട്ടുള്ള രമേഷ് പിഷാരടിയെ രംഗത്തിറക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ തൃത്താല കോൺഗ്രസിന്റെ മുൻ മണ്ഡലമായിരുന്നു. കഴിഞ്ഞ തവണ കൈവിട്ടു പോയൊരു മണ്ഡലമാണ്. അവിടെ മുൻ MLA കൂടിയായിട്ടുള്ള VT ബൽറാമിനെ ഒരിക്കൽ കൂടി രംഗത്തിറക്കുകയാണ്. KPCCയുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് VT ബൽറാം. ഒപ്പം തന്നെ കോങ്ങാട് KA തുളസി മത്സരത്തിനായിട്ട് ഇറങ്ങുകയാണ്. നെന്മാറയിൽ DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള T തങ്കപ്പൻ, ഒപ്പം തന്നെ ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ എന്നിവരും ഇത്തവണ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. മലമ്പുഴയിൽ നമുക്കറിയാം VS-ന്റെ സ്വന്തം സഹചാരിയായിരുന്ന A സുരേഷ് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൽ അംഗത്വം എടുത്തത്. മലമ്പുഴയിൽ അങ്ങനെ കൈപ്പത്തി ചിഹ്നത്തിൽ A സുരേഷ് അവിടെ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇത്തവണ ജനവിധി തേടുകയാണ്. മറ്റൊരു മണ്ഡലമായ തിരൂരിൽ KC സുബ്രഹ്മണ്യനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. മലപ്പുറത്തേക്ക് വരുമ്പോൾ മലപ്പുറത്ത് കോൺഗ്രസ് 4 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ആ 4 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്തും, ഒപ്പം തന്നെ വണ്ടൂരിൽ AP അനിൽകുമാറും ഒരിക്കൽ കൂടി രംഗത്തിറങ്ങുകയാണ്. പൊന്നാനി LDF-ന്റെ CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ ഇത്തവണ നൌഷാദ് അലി, KP നൌഷാദ് അലി എന്ന് പറയുന്ന ചാനൽ ചർച്ചകളിലെ കോൺഗ്രസിന്റെ മുഖമായിട്ടുള്ള ശബ്ദമായിട്ടുള്ള തീപ്പൊരി നേതാവായിട്ടുള്ള KP നൌഷാദ് അലിയെ പൊന്നാനിയിൽ സീറ്റ് പിടിച്ചെടുക്കാനായിട്ട് രംഗത്തിറക്കുന്നു. ഒപ്പം തന്നെ തവനൂരിൽ മുൻ മന്ത്രിയും സിറ്റിംഗ് MLA-മായിട്ടുള്ള KT ജലീലിനെതിരെ അവിടുത്തെ മലപ്പുറത്തെ DCC അധ്യക്ഷൻ കൂടിയിട്ടുള്ള VS ജോയിയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. VS ജോയി അവിടെ മലപ്പുറത്ത് കോൺഗ്രസിന് ഒരു മുഖം നൽകിയ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ശക്തമായ തിരിച്ചുവരവിനൊക്കെ തന്നെ പ്രവർത്തിച്ച പ്രമുഖനായിട്ടുള്ള ഒരു യുവ നേതാവാണ്. DCC അധ്യക്ഷന്മാരിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ഒരു നേതാവ് കൂടിയാണ് VS ജോയി. അദ്ദേഹത്തിന് തവനൂരിൽ ഇത്തവണ മികച്ച വിജയം നേടാൻ കഴിയും എന്ന പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് എലത്തൂര് മന്ത്രി AK ശശീന്ദ്രനെതിരെ വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വനിതാ നേതാവിനെ കോൺഗ്രസ് രംഗത്തിറക്കുന്നു. ഒപ്പം തന്നെ നാദാപുരത്ത് KM അഭിജിത്ത് മത്സരത്തിനുണ്ട്. കൊയിലാണ്ടിയിൽ DCC അധ്യക്ഷൻ കൂടിയിട്ടുള്ള K പ്രവീൺ കുമാർ, കോഴിക്കോട് നോർത്തില് KPCC ജനറൽ സെക്രട്ടറി കൂടിയിട്ടുള്ള K ജയന്ത് എന്നിവര് മത്സരത്തിനായിട്ട് രംഗത്തിറങ്ങുകയാണ്. ഒപ്പം തന്നെ ബാലുശ്ശേരിയിൽ VT സൂരജ് എന്ന് പറയുന്ന നേതാവും ഇവിടെ രംഗത്തിറങ്ങുന്നുണ്ട്. വയനാട്ടിലേക്ക് വരുമ്പോൾ വയനാട്ടിൽ നിലവിൽ ഒരു 2 സിറ്റിംഗ് മണ്ഡലങ്ങളാണ് കോൺഗ്രസിനുള്ളത്. അത് കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയുമാണ്. ഈ 2 മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA-മാർ തന്നെ, അതായത് കൽപ്പറ്റയിൽ സിറ്റിംഗ് MLA യുവമുഖമായിട്ടുള്ള T സിദ്ദിഖ് രംഗത്തിറങ്ങുന്നു. ഒപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിൽ സിറ്റിംഗ് MLA IC ബാലകൃഷ്ണനാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. മാനന്തവാടി 3ാമത്തെ മണ്ഡലം, അത് സംവരണ മണ്ഡലമാണ്. അവിടെ കോൺഗ്രസ് ഇത്തവണ ഒരു വനിതാ നേതാവിനെ രംഗത്തിറക്കിയിരിക്കുകയാണ്, വനിതാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുകയാണ്. ഉഷ വിജയൻ, അത് CPM-ന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. CPM-ന്റെ മന്ത്രി കൂടിയായിട്ടുള്ള OR കേളുവാണ് മാനന്തവാടിയിലെ നിലവിലെ MLA. OR കേളുവിനെതിരെ ഉഷ വിജയൻ എന്ന് പറയുന്ന പുതുമുഖത്തെ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലങ്ങളായിട്ടുള്ള ഇരിക്കൂര്, പേരാവൂര്, അവിടെയൊക്കെ തന്നെ സിറ്റിംഗ് MLA-മാർ തന്നെ രംഗത്തിറങ്ങുന്നു. ഇരിക്കൂരിൽ സജീവ് ജോസഫ് ഒരിക്കൽ കൂടി ജനവിധി തേടുകയാണ്. പേരാവൂരിൽ KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സണ്ണി ജോസഫ് തുടർച്ചയായിട്ടുള്ള 4ാമത്തെ അംഗത്തിനാണ് രംഗത്തിറങ്ങുന്നത്. ഒപ്പം തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മറ്റ് 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തലശ്ശേരിയാണ്. തലശ്ശേരിയിൽ KP സാജു
മത്സരത്തിനായിട്ട് രംഗത്തിറങ്ങുന്ന CPM-ന്റെ ഉറച്ച കോട്ടകളിലൊന്നാണ് തലശ്ശേരി എന്ന് പറയുന്നത്. അവിടെ KP സാജുവിനെ പോലെ ഒരു പുതുമുഖമാണ് രംഗത്തിറങ്ങുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മണ്ഡലം അത് ധർമ്മടമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം. അവിടെ ഒരു യുവ നേതാവ് KP അബ്ദുൾ റഷീദിനെ കോൺഗ്രസ് രംഗത്തിറക്കുകയാണ്. കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ ഇറങ്ങി മികച്ച പ്രകടനം നടത്തിയ ഒരു യുവ നേതാവാണ് KP അബ്ദുൾ റഷീദ്. അദ്ദേഹം KPCC അംഗമാണ്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു ശക്തമായ പ്രവർത്തനം നടത്തിയ സ്ഥാനാർത്ഥിയാണ്, യുവ നേതാവാണ് KP അബ്ദുൾ റഷീദ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ഒരു പോരാട്ടം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് KP അബ്ദുൾ റഷീദിനെ ധർമ്മടത്ത് ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും 55 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ, ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇതിനോടകം പ്രചരണ പ്രവർത്തനങ്ങളിൽ രംഗത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. മികച്ച സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിജയം നേടാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിലയിരുത്തുന്നത്.